ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നല്ല ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയെടുത്താലോ? ഇവിടെയൊക്കെ ചക്ക കൂട്ടാൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി നുറുക്കിയെടുത്തിട്ടുള്ള ചക്കയിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, 2-3 വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറവാണോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറി കുറച്ച് തിക്കായി പോവും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് വേവുന്ന ചക്കയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടി. പിന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് ചെറുതായി ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്തു ഗ്യാസ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കടുക്, കുഞ്ഞുള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.